നമസ്കാരം. നടൻ മേഘനാഥനാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. നമസ്കാരം. ഈ സിനിമയുടെ ഒരു അരികിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാളാണ് താങ്കൾ. സജീവമായി നിൽക്കാതെ ഇടയ്ക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികൾക്കൊരു ആസ്വാദ്യത നൽകി മാറി നിൽക്കും. ഏറ്റവും ഒടുവിൽ ആക്ഷൻ ഹീറോ ബിജുവിലൂടെ ആ സിനിമയിൽ ഏറ്റവും വലിയ പ്രശംസ നേടിയ ഒരു കഥാപാത്രം ചെയ്ത ഇരിക്കുകയാണ് താങ്കൾ. ഈ വരവ് സജീവമായ ഒരു രണ്ടാം അധ്യായമാണോ? അല്ല, ഞാൻ സിനിമയിലേക്ക് വരുന്ന തന്നെ 1980 വന്നിട്ടുള്ളത്. അസ്ത്രം പറഞ്ഞ സിനിമയിലാണ്, PN മേനോൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടത്തിലാണ് ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ യാത്രയിൽ ഞാനൊരു 4-5 പടം ചെയ്യും, ചെറിയൊരു ബ്രേക്ക് വരും. അങ്ങനെയാണ് ഇതുവരെയ്ക്ക് വന്നത്. അത് ഓരോ കാരണങ്ങൾ കാരണം പെട്ടു പോകുന്നതാണ് അവിടുന്ന്. അത് ഓരോ സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഇത് പഞ്ചാഗ്നി 84 ചെയ്തു അവിടുന്ന്. ആ പടം കഴിഞ്ഞ് അത് 125 ദിവസം ഓടി. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് ചേർന്നത്. SSLC കഴിഞ്ഞിട്ട് നേരെ ഇതിലേക്കാണ് പോയത്. ടെക്നിക്കലായിട്ടുള്ള ഇതാണ് നമുക്ക് കുറച്ചും കൂടി താല്പര്യം എടുത്ത്. അത് നേരെ അങ്ങോട്ട് പോയപ്പോൾ സിനിമ ബ്രേക്കായി. പിന്നെ അങ്ങനെ കുറച്ച് 4-5 പടം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹീറോ ബിജുവിലെ താങ്കളുടെ കഥാപാത്രം ഒരു പക്ഷേ ആളുകളെ കണ്ണീരണിയിപ്പിച്ച ഒന്നാണ്. കാരണം ആളുകൾക്ക് മേഘനാഥൻ എന്ന ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരു ഡിഫറൻ്റായ റോളാണത്. അത് ഇതുവരെയുള്ള താങ്കളുടെ സിനിമാ ജീവിതത്തിൽ ഒരു വഴിമാറ്റത്തിന് തുടക്കമാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാ പറഞ്ഞത്, എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ മുഴുവൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് എല്ലാ സിനിമയിലും അത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ സിനിമയ്ക്ക് ആ കഥാപാത്രം മസ്റ്റായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി അങ്ങനെ മാറ്റി ചിന്തിക്കാൻ ഞാനല്ല ചിന്തിക്കേണ്ടത്. അത് എനിക്ക് വേഷം തരുന്ന ആൾക്കാരാണ് ചിന്തിക്കേണ്ടത്. ഇയാൾക്ക് നെഗറ്റീവ് കൊടുക്കണോ പോസിറ്റീവ് കൊടുക്കണോ എന്നുള്ള അവരാണ് തീരുമാനിക്കുന്നത്. എനിക്കിപ്പോൾ പോസിറ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാശ് മുടക്കിയിട്ട് പടം പിടിക്കേണ്ടി വരും. പക്ഷേ അച്ഛൻ ഏറെക്കാലം ഈ നെഗറ്റീവ് റോളുകൾ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം ശ്രദ്ധേയനാവുകയും ചെയ്തു. പിന്നീട് മകൻ സിനിമയിലേക്ക് വന്നപ്പോൾ ബാലഗംഗാധരയുടെ മകൻ, അപ്പോൾ പിന്നെ വില്ലനാക്കി കളയാം എന്നൊരു ചിന്തയാണോ താങ്കളെ ഈ കൂടുതൽ സിനിമയിലും വില്ലനാക്കാൻ ഉള്ള ചിന്തയ്ക്ക് പിന്നിൽ? അത് ഒന്ന് നമ്മുടെ രൂപം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവുക. വില്ലൻ വേഷം കാണുമ്പോൾ ഒരു ഭീകര ലുക്കൊക്കെ ഉള്ളതുകൊണ്ട് വില്ലൻ വേഷങ്ങൾക്ക് ആൾക്കാർക്ക് പിന്നെ അത് കഥ എഴുതുന്നവർക്ക് ആ ഒരു ഇമേജ് ആയിരിക്കും നമ്മളിന്ന് കിട്ടുന്നുണ്ടാവുക അവിടുന്ന്. പിന്നെ അതുമല്ല, നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് നെഗറ്റീവ് റോളിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ അങ്ങോട്ട് നെഗറ്റീവായി പോയി. അത് മലയാള സിനിമയിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ എല്ലാ വില്ലന്മാരും വന്നിട്ടുള്ളത് ആദ്യം വില്ലന്മാരായിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആസിതാരായിട്ട് പലരും മാറി വന്നത്. അതുമാതിരി നമ്മുടെ അച്ഛൻ പിന്നെ വില്ലൻ വേഷങ്ങളിലാണ് മുഴുവൻ ചെയ്തു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ റോൾ കിട്ടി അവിടുന്ന്. അതിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി അവിടെ. സാധാരണ സിനിമയിൽ വില്ലന്മാർ വഴിമാറി സഞ്ചരിക്കുന്നു, പ്രത്യേകിച്ച് കോമഡി വേഷങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കടന്നുപോയത്. താങ്കൾ അതിൽ പെട്ടില്ല? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ 1980 വന്നിട്ട് ഇതുവരെയ്ക്ക് ഞാൻ ആകെ 50 പടം അഭിനയിച്ചിട്ടുള്ളൂ. കഷ്ടി ഒരു കൊല്ലത്തിൽ 2-3 പടങ്ങളാണ് ഇതുവരെയ്ക്കും ചെയ്തു പോകുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നല്ലതായതുകൊണ്ട് സിനിമാ ഫീൽഡിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, അവിടുന്ന് മറന്നു പോയിട്ടില്ല. ഓരോ സിനിമ എൻ്റെ പേര് പറയുമ്പോൾ ആദ്യം ചിലർ ഈ പുഴയും കടന്ന് പറയും. കാരണം ആ കഥാപാത്രത്തിൻ്റെ ശക്തിയാണ് അവിടുന്ന്. അതാണ് ഇന്നും നിലനിർത്താൻ കാരണം അതാണ്. സാധാരണ ജീവിതത്തിലാണെങ്കിൽ തന്നെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിനിമാ താരം എന്നതിൻ്റെ ഒരു കിരീടം വെക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവരണമില്ലാതെ ജീവിക്കുന്ന ആളാണ് താങ്കൾ. ആ നിലയിലുള്ള ജീവിതത്തെ എങ്ങനെയാണ് അനുഭവിക്കുന്നവർ ആസ്വദിക്കുന്നത്? അത് എൻ്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചിട്ട് ഭരത് അവാർഡ് വരെ വാങ്ങിയിട്ടുള്ള ആളാണ്. എൻ്റെ അച്ഛൻ്റെ പാത തന്നെ ഞാനൊന്ന് തുടരുന്നു. സാധാരണഗതിയിൽ ചിലർ സിനിമയിൽ വരുമ്പോഴത്തേക്കും ഗ്ലാമറാവാൻ ശ്രമിക്കും. ചിലപ്പം കുറച്ച് പോസൊക്കെ കാണിച്ചിട്ടൊക്കെ നടക്കും. അത് ഒരു എന്താ പറയുക, ഒരു നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ എന്തോ നമ്മളെ അച്ഛൻ പച്ചയായ മനുഷ്യനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടും എനിക്ക് അച്ഛൻ്റെ പാത പിന്തുടരാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ മാതിരി ആണെന്നുള്ള രീതിയിലല്ല ഞാൻ നടക്കാറ്. ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് നടക്കാറ്. അച്ഛൻ സിനിമയിലൊരു പ്രതാപിയായിരുന്നു. മലയാള സിനിമയിൽ ഒരു പ്രതാപ കാലത്ത് അതിൻ്റെ ഒരു നായകനായിരുന്നു. ഒരു പക്ഷേ വില്ലൻ റോളുകളാണ് ചെയ്തിരുന്നെങ്കിലും ഏറ്റവും ശക്തനായ നടനായിരുന്നു.
ബാലൻ കെ നായർ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അഭിനയ ഘട്ടത്തിൻ്റെ സജീവത മാറിയതിന് ശേഷം താങ്കൾക്ക് അതിൻ്റെ ഒരു തുടർച്ച അതേ നിലയിൽ കിട്ടിയില്ല എന്നുണ്ടോ? ബാലൻ കെ നായരുടെ മകൻ എന്നുള്ള നിലയിൽ തമാശയ്ക്ക് സിനിമാ ലോകത്ത് പറയാറുണ്ട്, ബാലൻസ് കെ നായർ ഒന്നും കിട്ടിയില്ല എന്ന അവസ്ഥയാണോ? അല്ലല്ല, ഞാൻ സിനിമയിലേക്ക് വന്ന തന്നെ ബാലൻ കെ നായർ ഒരു ലേബിളിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും എന്നെ ഏത് നമ്മൾ ഉദ്ഘാടനത്തിന് പോയാലും ശരി, എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇന്ന ആളെ മകൻ എന്നാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം ഉള്ള ആളാണ്. കാരണം മൺമറഞ്ഞു പോയിട്ടുള്ള കലാകാരന്മാരെ സ്വന്തം മക്കൾ വരെ നോക്കാത്ത, ശ്രദ്ധിക്കാത്ത ഈ കാലഘട്ടത്തിൽ എന്നിലൂടെ എൻ്റെ അച്ഛൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൽ അഭിമാനമുള്ള ആളാണ് ഞാൻ. അതിന് സന്തോഷമുള്ള ആളാണ്. അച്ഛന് മകനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്തായിരുന്നു? മകൻ ഒരു ചലച്ചിത്ര താരമാകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു അച്ഛൻ? ആഗ്രഹം പറഞ്ഞാൽ അച്ഛൻ ആദ്യം, ഞാൻ അച്ഛൻ്റെ കൂടെ സിനിമാക്കാരായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതാണല്ലോ SSLC വരെ എത്താൻ കാരണം. കാരണം ഇവിടെ മൊത്തം ഉഴപ്പായിട്ട് നടക്കണതുകൊണ്ട് എന്നെ അച്ഛൻ പിടിച്ച് മദ്രാസ് കൊണ്ടുപോയിട്ടാണ് SSLC ഞാൻ അവിടെയാണ് ചെയ്തത്. കോടമ്പാക്കം ട്രസ്റ്റ് പുരത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ ഞാൻ താമസിക്കുന്ന KG രാജശേഖരൻ പറഞ്ഞിട്ടുള്ള ഫിലിം ഡയറക്ടർ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്നിട്ടാണ് പഠിച്ചിരുന്നത്. ഞാൻ വൈകുന്നേരങ്ങളിൽ വാഹിനി സ്റ്റുഡിയോ അങ്ങനെ അച്ഛൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് 3-4 ഫ്ലോറിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അവിടെ പോവും. ഈ സിനിമാക്കാരൊക്കെ ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ജോഷി സാർ അന്ന് ധീര പറഞ്ഞ പടം എടുക്കണോ ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട്. മൂർഖൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എല്ലാ സമയത്തും എല്ലാ ഷൂട്ടിങ്ങുകളും ഞാൻ കാണാറുണ്ട് അവിടെ ഉള്ള സമയത്ത്. അപ്പോൾ എനിക്ക് സിനിമാക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധം തന്നെയാണുള്ളത്. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത് ഡയറക്ടർ PN മേനോൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒരു പരസ്യകലയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അസ്ത്രം പറഞ്ഞ ഇത് പടം ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ പിക്ചറൊക്കെ ഇങ്ങനെ നോക്കി ആൽബങ്ങളൊക്കെ മറിച്ച് നോക്കും. അത് ആ സമയത്ത് ഇങ്ങനെ വെറുതെ ചോദിച്ചു, ഞങ്ങൾക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അഭിനയിക്കായിരുന്നു അവിടുന്ന് എന്ന് പറഞ്ഞു. ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ. ഇപ്പോൾ നിങ്ങളായാലും ശരി, ഒരു സ്റ്റാർ ആവണമെന്ന് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന സംഭവം തന്നെയാണ് നടന്നത്. പിന്നെ അതിലേക്കുള്ള വഴി അവിടേക്ക് എത്തിപ്പെടാൻ ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് മാത്രം. അതൊരു ഭയങ്കര സങ്കല്പിക്കുന്നതിനപ്പുറത്തൊരു ലോകമായിരിക്കില്ലേ? ജയൻ, ബാലൻ കെ നായർ, PN മേനോൻ, MT ഒക്കെ അടങ്ങിയ ഒരു വല്ലാത്തൊരു ലോകമായിരിക്കും അത്. ഈ ആലോചിക്കുമ്പോൾ അതൊരു സത്യമാണോ എന്ന് പോലും നമുക്ക് തോന്നാവുന്ന ഒരു ലോകം. അത് അന്നത്തെ ഒരു സിനിമ ലോകം പറയുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇന്നതല്ല. ഇന്നിപ്പോൾ ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ 400-ൽ കൂടുതൽ ആൾക്കാരുണ്ട് ആർട്ടിസ്റ്റുകളായിട്ട്. അന്ന് അധികം ആൾക്കാരില്ല അവിടുന്ന്. അന്നൊരു ജോസ് പ്രകാശ്, ബാലൻ കെ നായർ, പിന്നെ ഗോവിന്ദൻകുട്ടി അങ്ങനെയുള്ള, അല്ലെങ്കിൽ ജനാർദ്ദനൻ, കൊച്ചൻ ഹനീഫ, അങ്ങനെ ചെറിയ ഒരു പകരം വയ്ക്കാൻ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല. ഇന്നിപ്പോൾ മേഘനാഥൻ ഇല്ലെങ്കിൽ ശരി 100 ആൾക്കാർ ഇവിടെ കിടക്കുകയാണ്. അവിടുത്തെ ആര് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അവിടെ ഞാൻ ചോദിച്ചത് അന്നത്തെ ആ അവരുടെയൊക്കെ പെരുമാറ്റം, അതിന്റെ ഒരു ഓർമ്മ നല്ല സുലഭമായ ഓർമ്മയായിരുന്നു. അത് ജയനൊക്കെ ഉള്ള മൂർഖനൊക്കെ ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഓർമ്മ എന്തായിരുന്നു ആ സമയത്ത്? അന്നത്തെ നടീനടന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അവർ എല്ലാവരും 1-2 ആൾക്കാർ റൂം ഷെയർ ചെയ്യുക, വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ എല്ലാവരും അവിടെ കൂടിയിരുന്നിട്ട് റമ്മി കളിക്കുക, അങ്ങനെയുള്ള ഒരു നല്ലൊരു ബന്ധമായിരുന്നു എല്ലാവരും തമ്മിലുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഈ അണുകുടുംബായമാരെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ട് പോയി. വളരെ അപൂർവമാണ്. ഈ സെറ്റിൽ കാണുമ്പോൾ മാത്രമാണ് ഇവരൊക്കെ കണ്ടുമുട്ടുന്നതും കൂടുതൽ ഇടപഴകുന്നതും. മറ്റേ അങ്ങനെയല്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഭയങ്കര സ്നേഹമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ. ഇപ്പോൾ ഈ ആക്ഷൻ ഹീറോ ബിജുവിലെ ഈ റോൾ ചെയ്തല്ലോ, ആളുകൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ, മേഘനാഥൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾ അത്ഭുതപ്പെട്ട ഒരു സിനിമയാണ്, ഒരു കഥാപാത്രമാണ്. അപ്പം സിനിമയിൽ എനിക്ക് ഇനിയും വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ആത്മവിശ്വാസം കൂടിയോ ഇപ്പോൾ? അല്ലേ, സിനിമ നമ്മളിപ്പോൾ ഓരോ പടം ഞാൻ പണ്ട് കാലങ്ങളിൽ നസീർ സാറിൻ്റെയും ഇവരൊക്കെ പടങ്ങൾ കാണാൻ ഷൊർണൂർ താമസിക്കുന്ന സമയത്ത് പടം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിളിലാണ് വീട്ടിലേക്ക് പോവുകയാണ്. സൈക്കിളിൽ ഓടി പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിലത്തെ ഓരോ ഭാഗങ്ങൾ അഭിനയിച്ചിട്ടാണ് പോകല്. കാരണം ആരും ഉണ്ടാവില്ല. സൈക്കിളിൽ ഒറ്റയ്ക്ക് രാത്രി നമ്മൾ ചവിട്ടി പോകാണല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ആരും കാണുന്നില്ല അവിടുന്ന്. അന്നേ മനസ്സിൽ ആഗ്രഹം, നമ്മൾ അവർ ചെയ്ത സാധനങ്ങൾ നമുക്ക് ചെയ്ത് നോക്കണമാതിരി ചെയ്തു നോക്കിയിരുന്നു അവിടുന്ന്. അത് ആരും കണ്ടില്ല എന്ന് മാത്രം അവിടുന്ന്. കാണാനുള്ള സാഹചര്യം സിനിമയിൽ വന്നപ്പോഴാണ് ഉണ്ടായത്. പിന്നെ നമുക്ക് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് ക്യാരക്ടറായി പോയി. പിന്നെ ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ വന്നതോട് കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയും ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന 4 ആൾക്ക്
പിന്നെ ഇങ്ങനെ ഒരു വേഷം ഇങ്ങേർക്ക് കൊടുക്കാം എന്ന് തോന്നിപ്പിക്കും എന്നൊരു തോന്നൽ എനിക്ക് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ. അത് ആൾക്കാരെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒറ്റ സീനിലാണ് ഉള്ളതെങ്കിലും ആ ക്യാരക്ടർ എന്നിൽ ഭദ്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമാ രംഗത്തുള്ളവർ അതിനെ വല്ലാതെ പ്രശംസിച്ചിട്ടുണ്ടോ? എങ്ങനെ? എന്നെ ഒരുപാട് ആൾക്കാർ, ഡയറക്ടർമാർ വിളിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഗോകുലം പാർക്കിൽ കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ പടത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അവിടുന്ന്. കാരണം നമ്മളെ ഇമേജ് ശരിക്കും ഒരു മാറിയ രീതിയിലാണ് എനിക്ക് അഭിപ്രായങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പഴയ സിനിമ അനുഭവത്തിലേക്ക് വന്നാൽ തുടക്കകാലത്ത് ഒരുപക്ഷെ പഞ്ചാഗ്നി വലിയ തരംഗമായ ഒരു സിനിമയാണ്, മലയാള സിനിമയിൽ ഒരു ആഘാതം ഏൽപ്പിച്ച ഒരു സിനിമയാണ്. അതിലെ കഥ എന്നതുള്ള കഥയ്ക്കപ്പുറത്ത് രണ്ടാമത് നിൽക്കുന്ന ഒരാളാണ് അതിൽ താങ്കൾ ചെയ്ത കഥാപാത്രം. ഒരുപക്ഷെ ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു ജ്യേഷ്ഠത്തിയോട് ഒരു തിരിച്ചറിവോടുകൂടി പെരുമാറുന്ന ഒരു കഥാപാത്രത്തിലേക്ക് അവസാനിക്കുന്ന ഒരാൾ. അതിനുശേഷം വലിയ തോതിൽ ചർച്ചയായ ഒരു കഥാപാത്രം. അതിനുശേഷം സിനിമയിൽ താങ്കൾക്ക് വലിയ തോതിലുള്ള ഓഫറുകൾ കിട്ടിയില്ലേ? പിന്നീട് സജീവമാകാൻ ശ്രമിച്ചില്ലേ? അല്ല, ഞാൻ ആ പടത്തിൽ ഒരു പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടാതെ ഈ പെങ്ങൾ കാരണം ജോലി ലഭിക്കാതെ കഞ്ചാവിനും വെള്ളത്തിനും അടിമപ്പെട്ടു പോകുന്നൊരു ചെറുപ്പക്കാരൻ്റെ റോളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. കാരണം അയാൾക്ക് ഇവളെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്. ഇവൾ കാരണമാണ് എനിക്ക് എൻ്റെ പിന്നെ ജോലിയും എല്ലാ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഇവൾ കാരണമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവളെ കാണുന്നതന്നെ ഒരു അറപ്പോടും വെറുപ്പോടും കൂടിയിട്ടാണ് കാണുന്നത്. പക്ഷേ അത് അവസാനത്തേക്ക് മനസ്സിലാക്കിയപ്പോൾ ആ പിന്നെ ക്യാരക്ടർ ആ ചേച്ചീൻ്റെ അടുത്ത് കരഞ്ഞ് കാല് പിടിക്കുന്ന ഒരു വേഷമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഒരു നെഗറ്റീവ്, ഫസ്റ്റ് ഒരു റഫ് ക്യാരക്ടർമാർ വന്നിട്ട് അത് സെൻറ്റി ആയിട്ട് ലാസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആ പടം കഴിഞ്ഞതിന് ശേഷം മുഴുവൻ എനിക്ക് നെഗറ്റീവ് ക്യാരക്ടറിനെയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ പഞ്ചാഗ്നിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് MT ഹരിഹരനും പ്രത്യേക താല്പര്യത്തോടെ താങ്കളുടെ അഭിനയത്തെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്താണ് അവിടുന്ന് പിന്നെ ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് അവിടുന്ന്. പിന്നെ എന്താ വെച്ചാൽ അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ആർക്കും എക്കാലത്തും പിടിച്ചു നിൽക്കാൻ പറ്റിയ മാധ്യമമല്ല അവിടുന്ന്. കാരണം അത് പുതുമകൾ തേടി പോകുന്ന ഇതാണ്. അപ്പം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കെൽപ്പുണ്ടാക്കിയതിന് ശേഷം നീ സിനിമയിലേക്കോ എന്തു വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള അഭിപ്രായം. അല്ലെ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒരു വിരോധവും ഇതൊന്നും ഇതാക്കിയിട്ടില്ല അവിടുന്ന്. ആ കാലഘട്ടത്തിൽ നസീർ സാറിൻ്റെ മകൻ, ഉമ്മർക്കൻ്റെ മകൻ അങ്ങനെ ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഈ വേഷം കിട്ടിയത്. അപ്പോൾ അച്ഛൻ്റെ മകൻ എന്നുള്ള ബലത്തിലും പിന്നെ അരൺ സാറും MT സാറൊക്കെ കോഴിക്കോടുള്ളതും ബാലൻകിതാരം മകനാണെന്നുള്ള രീതിയിൽ എനിക്ക് ആ വേഷം കിട്ടി. ഞാനത് ചെയ്തു. അങ്ങനെയാണ് അതിലേക്ക് വരാൻ കാരണം അവിടുന്ന്. ഈ പ്രതിഫലത്തെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ ഇട്ടുണ്ട്. ഈ ചെറിയ വേഷങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ട് പ്രതിഫലം കിട്ടാറുണ്ടോ? അതോ വണ്ടിച്ചെക്ക് കിട്ടുമോ? ആർക്ക്? എനിക്കോ? വണ്ടിച്ചെക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് എൻ്റെ അച്ഛനാണ്. എല്ലാവരും പറയണതൊക്കെ ബാലൻസ് കെ നായരല്ല, ബാലൻസ് കെ നായരാണെന്ന് പറയാറുണ്ട് പലരും. അച്ഛനങ്ങനെ കിട്ടിയതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വലിങ്ങനെ ചെക്ക് വാങ്ങാറില്ല. ഉള്ളത് കാശായിട്ട് വാങ്ങാറ്. സിനിമാക്കാരനാണ് ഞാൻ എന്ന ചിന്ത സാധാരണ സമയങ്ങളിൽ അങ്ങനെ കൊണ്ടു നടക്കാറില്ല. എൻ്റെ ജോലി വേറെയാണ്, ഞാൻ വേറെ തന്നെ ജീവിക്കുന്ന ആളാണ്, സിനിമ കിട്ടിയാൽ ചെയ്യാം എന്ന നിലപാടാണോ? അതോ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹം എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ കാര്യമായുണ്ടോ? സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഷങ്ങൾ കിട്ടുന്നത് നമ്മൾ ചെയ്യുക അവിടുന്ന്. പിന്നെ ഈ സിനിമ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. എല്ലാവർക്കും എന്നും സിനിമ ഉണ്ടായിന്ന് വരില്ല അവിടുന്ന്. പിന്നെ സിനിമ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളായാലും ശരി, ഞാനായാലും ശരി, നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പറന്നു പോകും. അതേമാതിരി തന്നെ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ. അപ്പോൾ സിനിമ മാത്രം പിന്നെ ഇതായി കലയെ മാത്രം സ്നേഹിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജീവിക്കാൻ പറ്റില്ല എന്ന് വരും. കഥാപാത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വരും. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അച്ഛനും കണ്ടിട്ടുള്ളതാണ് ഞാൻ. ചില പടങ്ങളൊക്കെ പൈസ വാങ്ങാതെ, പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ അതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അന്ന് സഹായിച്ച ആൾക്കാരൊന്നും അവസാന കാലഘട്ടത്തിൽ
അച്ഛനെ സഹായിക്കാൻ ആരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാമ്പത്തികമായി അദ്ദേഹം ഒരു സക്സസ് ആയിരുന്നില്ല സ്റ്റാർ എന്ന നിലയ്ക്ക്. അല്ല, അന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാതിരിയുള്ള പൈസയൊന്നും കിട്ടാറില്ലല്ലോ അവിടുന്ന്. അന്ന് കുറച്ച് കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നു, മുതലാളിമാരുടെ കയ്യിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ സിനിമ. ഇന്നല്ലേ എല്ലാവർക്കും സിനിമ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വന്നത്. അന്ന് കുറച്ച് ഗ്രൂപ്പുകൾ മാത്രമേ ഇരുന്ന് സിനിമ എടുത്തിരുന്ന കാലഘട്ടമാണ്. അതൊരു സിനിമയിൽ അവരൊക്കെ ഒരു പടം ഫെയിലിയർ ആണെങ്കിൽ ഇവരെന്നെ അങ്ങോട്ട് പറയും അടുത്ത പടം ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്തു പോയിരുന്ന, കൊണ്ടും കൊടുത്തും പോയിരുന്ന മാതിരി ആണ് അന്നത്തെ കാലഘട്ടം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പടം പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടുത്തം കിട്ടും, നമ്മൾ പൈസ വാങ്ങി പോരുകയെന്നല്ലാതെ ബാക്കിയുള്ളത് ചിന്തിക്കാൻ കാരണം അങ്ങനെ ഒരുപാട് ചിന്തിക്കണവരുണ്ട്. കുറച്ച് ആൾക്കാർ കൂടുതൽ ആൾക്കാരില്ല, കുറച്ച് ആൾക്കാർ ചിന്തിക്കണവർ അവരെ കുറേയൊക്കെ സഹായിക്കണമുണ്ട് അവിടുന്ന്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മൊത്തം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. ഭാവങ്ങളുള്ള വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ആളുകളെ പേടിപ്പിക്കുന്ന. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമായിട്ടുണ്ടോ? അതാ വരുന്നു ആ കക്ഷി എന്ന് ജനങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പുഴയും കടന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് എല്ലാവരും എന്നെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ നോക്കിയിരുന്നു. ഞാൻ ട്രെയിനിലൊക്കെ പോണ സമയത്ത് എല്ലാവരും എന്നെ നോക്കുന്ന സമയത്ത് എനിക്കൊരു ഇതെന്താ വെച്ചാൽ ഞാൻ ചിരിക്കാനൊന്നും നിൽക്കാറില്ല. ചില ആൾക്കാർ അങ്ങനെ വെറുതെ നോക്കുമ്പോഴത്തേക്കും ഹാ എന്നൊക്കെ കാണിക്കുകയായിരിക്കും. പക്ഷേ ഞാൻ സൈലൻ്റായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവർ വിചാരിക്കും ഇയാൾ ഭയങ്കര ഗൗരവക്കാരനാണല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വേഷങ്ങൾ ചെയ്തുകൊണ്ട് യാത്രക്കാരൊന്നും വന്നിട്ട് അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ എടുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടുന്ന്. ഈ സിനിമാ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പലരും പറയാറുണ്ട്. പലപ്പോഴും ഈ ഇടപെടലുകൾ ഒരു സിനിമയിൽ കഥാപാത്രങ്ങളെ തേടിപ്പോവുക, അങ്ങനെ കൂടുതൽ നിരന്തരം സിനിമാ സംവിധായകരുമായും തിരക്കഥാകൃത്തുക്കളുമായും ബന്ധം സൂക്ഷിക്കുക. താങ്കൾ അതിൽ പരാജയമാണോ? അല്ല, ഈ ഒരാൾ പടം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പോയിട്ട് പറഞ്ഞു കേട്ടിട്ടും ചില അറിവുകൾ എനിക്കുണ്ട് അവിടുന്ന്. ആ ക്യാരക്ടർ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവിടുന്ന്, ഇല്ല എന്നല്ല. അത് പിന്നെ കുറേയൊക്കെ ഫ്രണ്ട്സുകളാണെങ്കിൽ അവർ ആ ക്യാരക്ടർ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട് അവിടുന്ന്. ഞാൻ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആരെയും പിന്നാലെ പോയിട്ടില്ല അവിടുന്ന്. ഞാൻ വന്ന മുതൽ എനിക്ക് വേഷങ്ങൾ കിട്ടിയിട്ട് ഞാൻ ചെയ്യാതിരുന്നിട്ടേ ഉള്ളൂ അവിടുന്ന്. ഒഴിവായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പടം അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അവിടുന്ന്. ഒരു സെലക്ഷനെ മുതിരാറുണ്ട് അല്ലേ? സെലക്ഷന് മുതിരാറൊന്നുമില്ല അവിടുന്ന്. സെലക്ഷന് മുതിരാറിന് കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടിയിരുന്ന, പക്ഷേ ഞാൻ ആര് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും ശരി, ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ചോദിക്കും. കാരണം ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിക്കണം. അപ്പോൾ എല്ലാവരും പറയും എല്ലാ വേഷവും എല്ലാവർക്കും ചെയ്യാം, ഒരു നടനാണെങ്കിൽ എല്ലാ വേഷവും ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരാണ് ഇന്ന് അധിക കലാകാരന്മാരോട്. പക്ഷേ ഞാൻ അതല്ല, എൻ്റെ ഒരു ഫിസിക്കൽ ലാംഗ്വേജ് വെച്ചിട്ടും ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം എന്നിൽ തന്നെ ഞാൻ ഒരു തീരുമാനം എടുക്കും. അതിന് ശേഷമാണ് ഞാൻ ഒരു ഡേറ്റ് കൊടുക്കാറുള്ളത്. അത് നെഗറ്റീവ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി. അങ്ങനെ തള്ളിക്കളഞ്ഞ സിനിമകൾ പിന്നീട് നിരാശ തോന്നിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ? കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതിൽ ഒരു 2-3 പടങ്ങൾ മാത്രമേ അങ്ങനെ മാറിപ്പോയിട്ടുള്ളൂ. അത് എനിക്കന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു. ഇത് പ്രജാഭരണ ഇതിൽ ഒരു ബാബുരാജാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാബുരാജാണ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അവിടുന്ന്. പിന്നെ ആ സമയത്ത് എൻ്റെ കാലിന് അസുഖമായിരുന്നു അവിടുന്ന്. ഞാൻ കുടമാറ്റം പറഞ്ഞ പടത്തിൻ്റെ ഇടയിൽ ഒരു പാറപ്പുറത്ത് വീണിട്ട് ലിഗ്മെൻറ്റ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ നീര് വരും. അപ്പോൾ ബാൻഡായിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. ആ സമയത്താണ് എനിക്ക് ആ പടം വന്നത്. അത് കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വരാറുണ്ട്. ഞാൻ പടത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ ആ കഥയ്ക്ക് അത് നല്ലതാണ്, ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കും എന്ന് തോന്നുന്ന ക്യാരക്ടർ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഈ 30 വർഷത്തിനിടയിൽ 30 വർഷം പൂർത്തിയായിരിക്കുകയാണല്ലോ. ഈ 30 വർഷത്തിനിടയിൽ 3 തലമുറയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ്റെ തലമുറയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മമ്മൂട്ടി, മോഹൻലാൽ. ഏറ്റവും പുതിയ തലമുറയോടൊപ്പം ആക്ഷൻ ഹീറോ ബിജു, കോഹിന്നൂർ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നത്? ഈ കാലഘട്ടത്തിൽ മാറിയ സാഹചര്യത്തിൽ എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു അണുകുടുംബന്മാർ എല്ലാവരും വേർപിരിഞ്ഞു പോയി. ഇപ്പോൾ അത് രണ്ടാമത് ഒന്നിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കോഹിനൂരൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പഴയ കാലഘട്ടമാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ അടുത്ത് അജു വർഗീസ് ചോദിച്ചവിടുന്ന്, നിങ്ങൾ ആ സമയത്തുള്ള ആൾക്കാരൊക്കെ കണ്ടിരുന്നു, അച്ഛൻ്റെയൊക്കെ കൂടെ പോയിരുന്നോ
ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ പോയിരുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ അങ്ങനെ അന്നത്തെ ഇവർ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടലും അങ്ങനത്തെ ഒരു ഇത് എനിക്ക് ഈ ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റിയാണ്. ഈ കോഹിനൂർ പറഞ്ഞ പടം ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ആ ഒരു കൂട്ടായ്മ പിന്നീട് എനിക്ക് കാണാൻ പറ്റിയത് അവിടെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ ഒരു പിന്നെ അന്നത്തെ ഒരു കൂട്ടായ്മ തിരിച്ചു വരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അച്ഛൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് താങ്കൾക്കുള്ള സമാനമായ കുറച്ച് വലിയ തോതിലുള്ള സങ്കടം ചിലപ്പോൾ അച്ഛനും തോന്നാനിടയുണ്ട് ഈ നെഗറ്റീവ് കഥാപാത്രങ്ങൾ കണ്ടമാനം ചെയ്തതിന് ശേഷം. പക്ഷേ അദ്ദേഹം കടവ് പോലെയുള്ള ഒരു വലിയ തോതിലുള്ള മാറ്റത്തിന് പ്രായമുള്ള കാലത്ത് വലിയ തോതിലുള്ള മാറ്റത്തിന് ശ്രമിച്ചു. അല്ലാത്തപ്പോഴും ബെൻസ് വാസുവിൻ്റെയൊക്കെ കാലഘട്ടത്തിലും പോസിറ്റീവ് റോളുകളും ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും അച്ഛൻ ഈ സങ്കടം പറഞ്ഞിട്ടുണ്ടോ കൂടുതലായി നെഗറ്റീവ് റോളുകൾ ചെയ്തതിനെക്കുറിച്ച്? അച്ഛൻ അങ്ങനെ അച്ഛന് ഇന്ന കഥാപാത്രം ഒന്നുമില്ല, എന്ത് കിട്ടിയാലും ചെയ്യാന്നുള്ള ഒരു ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു അവിടെ. കാരണം കോഴിക്കോടൊക്കെ നാടകം കളിക്കുമ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നാളെ സ്റ്റേജിൽ നിന്നിട്ട് ആവേശം വന്നിട്ട് ആൾ ചങ്ങല കൊണ്ട് അടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അതൊക്കെ അടിച്ചിട്ട് പുറം ആൾ ചോരച്ചു പോയിട്ടുണ്ട് പറഞ്ഞിട്ട്. പുതിയ തലമുറ ബാലങ്കൻ നായരെ ഓർക്കുന്നത് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? ഒരു പീഡകൻ എന്ന് പറയുമ്പോൾ ആദ്യം ബാലങ്കൻ നായരുടെ പേര് പറയാൻ ഒക്കെ ആളുകൾക്കൊരു ടെൻഡൻസി ഉണ്ട്. ആ നിലയിലാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയി അദ്ദേഹം. ചെയ്ത ക്യാരക്ടറുകളൊന്നും എടുത്ത് കാണിക്കപ്പെട്ടില്ല എന്ന നിരാശയുണ്ട്. അല്ലല്ലോ, ഭീകരനായിട്ട് അച്ഛനെ ഇതാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ മിമിക്രിക്കാർ പറയുകയാണെങ്കിലും ആദ്യം ജോസ് പ്രകാശിനെ പറയുള്ളൂ. ബാലങ്കൻ നായരെ പിന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഏത് ഇതിൽ പോയാലും അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത് വളരെ അപൂർവം 1-2 ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അവിടുന്ന് വേഷങ്ങൾ ചെയ്യുന്ന അവിടുന്ന്. പിന്നെ വില്ലൻ വേഷങ്ങൾ അച്ഛൻ്റെ പേരിൽ അങ്ങനെ ആരും പറഞ്ഞ് ഇതാക്കണത് ഞാൻ കണ്ടിട്ടില്ല അവിടുന്ന്. ഈ ബാലങ്കൻ നായരെ പിൻതലമുറ വേണ്ട വിധത്തിൽ ഓർത്തില്ല എന്നൊരു സങ്കടം സിനിമാ ലോകത്തുള്ള ആളുകൾ തന്നെ പറയാറുണ്ട്. അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പിൻതലമുറ ഓർത്തില്ല, ഒരു ഓർമ്മയിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഒരു സ്വാഭാവികമായി അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ കഥാപാത്രങ്ങളുടെ പേരുകൾക്കപ്പുറത്ത് ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായി ബാലങ്കൻ നായരുടെ ഒരു ഓർമ്മ നിലനിർത്താനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, മക്കൾ വരെ ഓർക്കാത്ത കാലഘട്ടമാണത്. അപ്പോൾ ഒരു സർക്കാരോ പഴയ തലമുറയെ ഓർത്തില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്കൊരു ചെറിയൊരു സങ്കടം, ഞാനത് വളരെ വ്യക്തമായിട്ട് ആൾക്കാരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരാൾക്കൊരു അവാർഡ് കിട്ടി, അവരെ തൂക്കി എല്ലാ കോടതിയിലും കൊണ്ടുപോയി പ്രദർശന വസ്തുവായിട്ട് വെച്ച് എല്ലാ കോടതിയിലും സ്വീകരണങ്ങളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മരിച്ചു കഴിയുന്ന സമയത്ത് ആ ഒരു സമയത്ത് വന്നിട്ട് എല്ലാവരും വന്ന് മലയാള സിനിമേൻ്റെ നികത്താനാവാത്ത വിടവാന്ന് പറയുന്നത് എനിക്ക് അവരോടൊന്നും പറയാനില്ല അവിടുന്ന്. കാരണം വളരെ അടുത്തറിയുന്ന ആൾക്കാർ മാത്രമേ പിന്നെ കൂടുതലായിട്ട് പിന്നെയും അവരെ ഓർക്കാറുള്ളൂ. അച്ഛൻ്റെ പേരിൽ ഒരു അനുസ്മരണം നടന്നിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. ഒരു 3 കൊല്ലം അടുപ്പിച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിട്ടുപോയി അവിടുന്ന്, മറന്നുപോയി. അത് നടത്തിയിരുന്ന ആൾക്കാർ വരെ മറന്നുപോയി അവിടുന്ന്. അതെന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സ്പീഡ് കാരണം പലതും മറക്കാൻ അത് പിന്നെ വഴിയില്ല എന്നാണ് തോന്നുന്നത് അവിടെ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് വേറൊരു അഭിമാനമുള്ളത് എന്താ വെച്ചാൽ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടുകാരനാണ്. ഷൊർണൂരാണ് ഞങ്ങളൊക്കെ താമസിച്ചിട്ടുള്ളത്. ശരിക്കും ഷൊർണൂരിൻ്റെ മരുമകനാണ് പിന്നെ ബാലങ്കൻ നായർ. അവിടെ ഇപ്പോഴും ഭരത് ബാലങ്കൻ നായർ നാടകോത്സവം 10-12 കൊല്ലമായിട്ട് ഒരു മുടക്കവും വരാതെ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അവിടെ. പിന്നെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടത്തെ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കുന്നു എന്നൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശില്പം ഉണ്ടാക്കണോ വെക്കണോ എന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നീട് അതൊന്നും കേൾക്കാനോ എന്നുള്ള സാഹചര്യം ഉണ്ടായില്ല. പിന്നെ എന്തോ ഞങ്ങളെ തറവാടിൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡിന് അച്ഛൻ്റെ പേരാണ് ഇടുന്നത്, ബാലങ്കൻ നായർ റോഡ് എന്നാണുള്ളത്. കാരണം ആ റോഡുള്ളിടത്തോളം കാലമെങ്കിലും ആ പേര് മറന്നുപോവില്ല. ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെങ്കിലും മറന്നുപോവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാണ്. വളരെ നന്ദി ഇത്രയും നേരം മിഡ് ഡേ ചെലവഴിച്ചത്. ആയിക്കോട്ടെ, ശരി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.